നമസ്കാരം. INDA എന്ന പ്രതിപക്ഷ മുന്നണിയെ കടന്നാക്രമിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥ്. ബാലറ്റ് കൊള്ളയടിച്ച വ്യക്തികളാണ് ഇന്ന് EVM-നെ നിരസിക്കുന്നത് എന്നായിരുന്നു യോഗി ഉയർത്തിയ വിമർശനം. പരാജയപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ INDA സഖ്യം EVM-നെതിരെ കുപ്രചരണം നടത്തുകയാണ് എന്നുകൂടി അദ്ദേഹം പറയുന്നു. വാർത്താ ഏജൻസിയായ ANI-യോട് സംസാരിക്കവെയാണ് യോഗി ആദിത്യനാഥിന്റെ ഭാഗത്തു നിന്നും സുപ്രധാന പരാമർശങ്ങൾ ഉണ്ടായത്. തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമെന്ന് ഉറപ്പാകുമ്പോൾ ഈ പ്രതിപക്ഷത്തുള്ള കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും INDA മുന്നണിയിലുള്ള മറ്റ് പാർട്ടികളുമൊക്കെ EVM-നെ നിരന്തരം കുറ്റപ്പെടുത്താറുണ്ട്. ഇതൊരു പതിവ് കാഴ്ച തന്നെയാണ്. ഇതാദ്യമായിട്ടല്ല അവർ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ഇറക്കുന്നത്. 2014 മുതൽ കോൺഗ്രസിൽ നിന്നും ഇത് തന്നെയാണ് നമ്മൾ സ്ഥിരമായി കേട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞങ്ങൾക്ക് അവരോട് ഒരേ ഒരു ചോദ്യം മാത്രമേ ചോദിക്കാനുള്ളൂ. കാരണം ഹിമാചൽ പ്രദേശിലും കർണാടകയിലും കോൺഗ്രസ് അധികാരത്തിലേറിയത് ബാലറ്റ് പേപ്പറുകൾ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു എന്നാണ് യോഗി ആദിത്യനാഥ് ഉന്നയിക്കുന്ന ചോദ്യം. പരാജയപ്പെടുമ്പോൾ കോൺഗ്രസ് ഇത്തരത്തിലുള്ള ന്യായങ്ങൾ കണ്ടെത്തുകയാണ് എന്നുകൂടി യോഗി പറയുന്നുണ്ട്. 2004 മുതലുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത് EVM സുതാര്യമാണെന്ന് തന്നെയാണ്. 2018 രാജസ്ഥാനിൽ കോൺഗ്രസ് അധികാരത്തിലേറിയതും ഈ ബാലറ്റ് പേപ്പർ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു അതോ EVM ഉപയോഗിച്ചുകൊണ്ടായിരുന്നു എന്നുകൂടി വളരെ പരിഹാസ രൂപേണ യോഗി ചോദ്യം ഉയർത്തുന്നു. രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും വോട്ട് രേഖപ്പെടുത്താനുള്ള അവകാശമുണ്ട്. തെറ്റിദ്ധാരണയുണ്ടാക്കി ജനങ്ങളെ വോട്ടിംഗ് പ്രക്രിയയിൽ നിന്ന് തന്നെ മാറ്റാനാണ് അല്ലെങ്കിൽ അതിൽ നിന്ന് വിട്ടു നിൽക്കാനാണ് കോൺഗ്രസിന്റെ ഈ തന്ത്രങ്ങൾ പ്രയോജനപ്പെടുകയുള്ളൂ എന്നും അദ്ദേഹം വിമർശിച്ചു. 400 സീറ്റുകൾ എന്ന NDA-യുടെ സ്വപ്നം രാജ്യത്തെ ജനങ്ങൾ സാക്ഷാത്കരിക്കണം. ഇതിന്റെ ദേഷ്യമാണ് INDA സഖ്യം EVM-നെ കുറ്റപ്പെടുത്തിക്കൊണ്ട് തീർക്കുന്നതെന്നുകൂടി യോഗി ആദിത്യനാഥ് പറയുന്നു. നമുക്കറിയാം കോൺഗ്രസ് നിരന്തരം ഉന്നയിക്കുന്ന ഒരു വിഷയമാണ് EVM-ൽ കള്ളക്കളി നടക്കുന്നു, EVM കാരണമാണ് BJP വിജയിച്ചു പോകുന്നതെന്നൊക്കെ. പക്ഷേ അതേ ചോദ്യം തന്നെയാണ് യോഗി ആദിത്യനാഥ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഹിമാചൽ പ്രദേശിലും അതിനോടൊപ്പം കർണാടകത്തിലും നേരത്തെ രാജസ്ഥാനിലുമൊക്കെ കോൺഗ്രസ് അധികാരത്തിൽ വന്നത് EVM-ലൂടെ തന്നെയല്ലേ, അതല്ല ബാലറ്റ് പേപ്പറിലൂടെ ആയിരുന്നു എന്നുള്ള ചോദ്യമാണ് അദ്ദേഹം ഉയർത്തിയിരിക്കുന്നത്. എന്തായാലും എല്ലാ പ്രതിപക്ഷ പാർട്ടികൾക്കും അല്ലെങ്കിൽ EVM-ന് മേലെ വിമർശനം ഉന്നയിക്കുന്നവർക്കുള്ള ഒരു മറുപടിയായി തന്നെയാണ് ഇതിനെ ദേശീയ തലത്തിൽ വിലയിരുത്തപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.